നമസ്കാരം. UK മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. UKയിലെ മലയാളി സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തി കമന്ററിയിൽ 7 വയസ്സുകാരൻ റൂഫസ് കുര്യന്റെ അപ്രതീക്ഷിത മരണം. ആലപ്പുഴ സ്വദേശികളായ കുര്യൻ വർഗീസിന്റെയും ഷിജി തോമസിന്റെയും ഇളയ മകനാണ് റൂഫസ്. സ്കൂളിൽ നിന്നെത്തിയ കുഞ്ഞിന് ചെറിയ പനി ലക്ഷണം കണ്ടതിനെ തുടർന്ന് മരുന്ന് നൽകി. എന്നാൽ അസ്വസ്ഥതയും ശരീരത്തിൽ തടിപ്പും പ്രകടമായതോടെ പുലർച്ചെ 2:30 ആശുപത്രിയിലെത്തിച്ചു. ദൗർഭാഗ്യവശാൽ 10 മിനിറ്റിനുള്ളിൽ റൂഫസിന്റെ ജീവൻ നഷ്ടമായി. 1.5 വർഷം മുൻപ് ഗൾഫിൽ നിന്ന് കവൻട്രിയിലെത്തിയ കുടുംബത്തിന് ഈ ദുരന്തം താങ്ങാവുന്നതിലും അപ്പുറമാണ്. പനിയെ നിസാരമായി കാണുന്നവർക്ക് ഈ സംഭവം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പുതിയ രോഗങ്ങൾ വ്യാപിക്കുന്ന ഈ കാലത്ത് ലക്ഷണങ്ങളെ ഗൗരവമായി കാണണമെന്ന് ഈ ദുഃഖവാർത്ത ഓർമ്മിപ്പിക്കുന്നു. സംസ്കാര വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. UKയിൽ 1 ദശലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്ന മൗഞ്ചാരോ, വെഗോവി, ഒസേബിക് തുടങ്ങിയ വെയിറ്റ് ലോസ് പ്രമേഹ മരുന്നുകൾ പാൻക്രിയാസ് വീക്കവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് UK മെഡിക്സ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി മുന്നറിയിപ്പ് നൽകി. MAHRAയുടെ കണക്കുകൾ പ്രകാരം മൗഞ്ചാരോ ഉപയോഗിക്കുന്ന 181 പേർക്ക് പാൻക്രിയാറ്റിക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 5 മരണങ്ങളും വെഗോവി, ഒസേബിക് മരുന്നുകൾക്ക് 113 കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മരുന്നുകൾ നേരിട്ട് മരണത്തിന് കാരണമായതിന് തെളിവില്ലെന്നും പാൻക്രിയാസ് മരുന്ന് ഉപയോഗിക്കാത്തവർക്കും ഗോൾ സ്റ്റോൺ, മദ്യപാനം തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടാകാമെന്നും MHRA വ്യക്തമാക്കി. നിലവിൽ മരുന്നുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. എങ്കിലും രോഗികൾ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി ശ്രദ്ധയോടെ മരുന്ന് ഉപയോഗിക്കണമെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമന്ത്രി KS സ്റ്റാർമർ വെൽഫെയർ ബിൽ പാസാക്കുന്നതായി ലേബർ പാർട്ടിയിലെ 120-ലധികം കലാപകാരിയായ MP-മാർക്ക് വിട്ടുവീഴ്ചകൾ വാഗ്ദാനം ചെയ്തു. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി ബില്ലിന്റെ ഭാഗമായ വികലാംഗ ബെനിഫിറ്റുകളുടെ കർശന യോഗ്യതാ നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റുകൾ ലഭിക്കാനുള്ള പേയ്മെന്റുകൾ മാറ്റങ്ങൾ വരുത്താനും യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ ആരോഗ്യ ടോപ്പ് അപ്പ് നിർദ്ദേശങ്ങളിൽ ക്രമീകരണങ്ങൾ നടത്താനും MP-മാർ ആവശ്യപ്പെടുന്നു. നീതിയുടെ ലേബർ മൂല്യങ്ങളോടെ വെൽഫെയർ പരിഷ്കരണം നടപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, സ്റ്റാർമർ കോമൻസിൽ പറഞ്ഞു. കൺസർവേറ്റീവുകളുടെ തകർന്ന സിസ്റ്റം പരിഹരിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യം അദ്ദേഹം എടുത്തുകാട്ടി. കലാപകാരികളെ അനുനയിപ്പിക്കാൻ മന്ത്രിമാരും ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മക്സീനിയും ചർച്ചകൾ നടത്തുകയാണ്. എന്നാൽ ചില MP-മാർ ഈ വിട്ടുവീഴ്ചകൾ താൽപര്യമില്ലെന്ന് വാദിക്കുന്നു. കൂടാതെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബർമിംഗ്ഹാം ഉൾപ്പെടെയുള്ളവർ ബില്ലിന്റെ വിപുലമായ പുനർനിർമ്മാണം ആവശ്യപ്പെടുന്നുണ്ട്. UKയിൽ പോൺ സൈറ്റുകളിൽ കർശന പ്രായ പരിശോധന. ഓൺലൈൻ സുരക്ഷാ നിയമം ജൂലൈ 25 മുതൽ. പോൺ ഹബ്, റെഡ് ട്യൂബ് തുടങ്ങിയ പ്രമുഖ പോൺ സൈറ്റുകൾ ജൂലൈ 25 മുതൽ കർശന പ്രായ പരിശോധന നടപ്പാക്കുന്നു. ഓൺലൈൻ സുരക്ഷാ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ളവരെ ഹാനികരമായ ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ക്രെഡിറ്റ് കാർഡ്, ഓപ്പൺ ബാങ്കിംഗ്, മുഖപ്രായ നിർണയം തുടങ്ങിയ ഫലപ്രദമായ രീതികൾ ഉപയോഗിക്കും. ഓഫ്കോം പഠനം വെളിവാക്കുന്നത് 8 മുതൽ 14 വയസ്സ് വരെയുള്ള 8% കുട്ടികൾ 1 മാസത്തിനുള്ളിൽ പോൺ സൈറ്റുകളിൽ സന്ദർശിച്ചതായാണ് ഇതിൽ വെളിവാകുന്നത്. ഇതിൽ 13 മുതൽ 14 വയസ്സുള്ള 19% ആൺകുട്ടികളും 11% പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ഈ നിയമം മുതിർന്നവരുടെ സ്വകാര്യതയും നിയമപരമായ ഉള്ളടക്കത്തിലേക്കുള്ള പ്രവേശനവും ഉറപ്പാക്കുന്നു. NSPCC ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് കൗമാരക്കാരെ നിയന്ത്രണമില്ലാതെ ഡാർക്ക് വെബിലേക്ക് തിരിയാൻ ഇടയാക്കുമെന്നാണ്. ഡാർക്ക് വെബിൽ അതിക്രൂര ഉള്ളടക്കവും മയക്കുമരുന്നും ലഭ്യമാണ്. ഇത് യുവാക്കളെ ദുരുപയോഗത്തിലേക്കും തീവ്രവാദത്തിലേക്കും നയിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാലാവസ്ഥ. UKയിൽ ഹീറ്റ് വേവ് മുന്നറിയിപ്പ്. താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ഈ വാരാന്ത്യം ഈ വർഷത്തെ 2ാം ഹീറ്റ് വേവ് സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 1976-ലെ 35.6 ഡിഗ്രി സെൽഷ്യസ് എന്ന ജൂൺ മാസത്തിലെ ഏറ്റവും ഉയർന്ന താപനില മറികടക്കാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മധ്യ കിഴക്കൻ ഇംഗ്ലണ്ടിൽ ഹീറ്റ് വേവ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.
തിങ്കളാഴ്ച ആരംഭിക്കുന്ന വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ തുടക്കമാകാൻ ഇത് ഇടയാക്കും. ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, ലണ്ടൻ, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് എന്നിവിടങ്ങളിൽ ആംബർ ഹീറ്റ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി 65 വയസ്സിന് മുകളിലുള്ളവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ചൂട് മൂലം ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച മുതൽ ജൂലൈ 1 വരെ ആംബർ യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലർട്ടുകൾ നിലവിലുണ്ട്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.